ആധുനിക പരിണാമവാദം എന്ന ടൈറ്റിലിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആധുനിക പരിണാമവാദം അഥവാ മോഡേൺ എവല്യൂഷൻ തിയറി, അതിന് പിന്നിലുള്ള സയൻസ് എന്താണെന്ന് ആ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആധുനിക പരിണാമവാദത്തിന് എതിരായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വാദമുഖമാണ് ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി, അല്ലെങ്കിൽ ലഘൂകരിക്കാനാവാത്ത സങ്കീർണത. ഈ ടൈറ്റിലും ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈ രണ്ട് വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ തുടക്കത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോകൾ കണ്ടതിന് ശേഷം ഇന്നത്തെ വീഡിയോ കാണുകയാണെങ്കിൽ അത് ഏറെ പ്രയോജനപ്രദമായിരിക്കും. വീടുകളിൽ നമ്മൾ എലിയെ പിടിക്കാൻ സർവ്വസാധാരണയായി ഉപയോഗിക്കുന്ന ഒന്നാണ് എലിക്കണി അല്ലെങ്കിൽ മൗസ് ട്രാപ്പ്. ഈ ഉപകരണത്തിന് ഏതാനും പാർട്ടുകൾ ഉണ്ട്. ഇതിനൊരു ബോഡി ഫ്രെയിം ഉണ്ട്, അതുപോലെ സ്പ്രിങ്, കളിച്ചു വയ്ക്കുന്നതിനുള്ള സംവിധാനം, അതുപോലെ എലിയുടെ മേൽ വന്ന് പതിക്കുന്നതിനുള്ള ഹാമർ, ഇങ്ങനെ ഏതാനും പാർട്ടുകൾ ഈ ഉപകരണത്തിന് ഉണ്ട്. ഈ പാർട്ടുകളെല്ലാം നിർമ്മിച്ച് പൂർണ്ണമായിട്ടും അസംബിൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ഉപകരണം ഉപയോഗിച്ച് നമുക്ക് ഒരു എലിയെ പിടിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ മൗസ് ട്രാപ്പിന്റെ 50% അല്ലെങ്കിൽ 75% ഭാഗങ്ങൾ പൂർത്തിയാക്കി അസംബിൾ ചെയ്തു എന്ന് കരുതി അതുപയോഗിച്ച് ഒരു എലിയെ പിടിക്കുവാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അതായത് ഈ ഉപകരണം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണമെങ്കിൽ അത് പൂർണ്ണമായും നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കണം. മൗസ് ട്രാപ്പിന് സമാനമായ നിരവധി അവയവങ്ങൾ ജീവലോകത്ത് കാണപ്പെടുന്നുണ്ട്. എന്താണ് ഈ അവയവങ്ങളുടെ പ്രത്യേകത? അതായത് ഈ അവയവം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണമെങ്കിൽ അത് പൂർണ്ണമായിട്ടും നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കണം. ഈ മൗസ് ട്രാപ്പിന് സമാനമായിട്ടുള്ള ഒരു അവയവം അതൊരിക്കലും ക്രമേണയുള്ള പരിണാമത്തിലൂടെ ഡെവലപ്പ് ചെയ്തു വരുവാൻ സാധിക്കുകയില്ല. പരിണാമം എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞന്മാർ പറയുന്നതനുസരിച്ച് നിരവധി ഘട്ടങ്ങളിൽ ആയി നടക്കുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ അരങ്ങേറുന്ന ഒന്നാണ്. ഓരോ ഘട്ടത്തിലും അവയവം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രമേ ഘട്ടം ഘട്ടമായുള്ള പരിണാമത്തിലൂടെ ആ അവയവത്തിന് ഡെവലപ്പ് ചെയ്തു വരുവാൻ സാധിക്കുകയുള്ളൂ. മൗസ് ട്രാപ്പിന് സമാനമായ ഒരു അവയവത്തിന്റെ കാര്യത്തിൽ ഇത് സാധ്യമല്ല. നമ്മുടെ കണ്ണ്, അത് ഈ മൗസ് ട്രാപ്പിന് സമാനമായിട്ടുള്ള അവയവങ്ങൾക്ക് നല്ല ഒരു ഉദാഹരണമാണ്. നമ്മുടെ കണ്ണിന് കുറെ പാർട്ടുകൾ ഉണ്ട്. കോർണിയ, പ്യൂപ്പിൾ, ലെൻസ്, റെറ്റിന, ഒപ്റ്റിക് നെർവ്, ഇങ്ങനെ കുറെ ഭാഗങ്ങൾ. ഈ ഭാഗങ്ങൾ എല്ലാം കൂട്ടിയോജിപ്പിച്ച് ഈ കണ്ണ് പൂർണ്ണമായിട്ടും ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ കണ്ണുപയോഗിച്ച് ഏതെങ്കിലും വസ്തുവിനെ കാണുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പരിണാമവാദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ചാൾസ് ഡാർവിൻ നിങ്ങൾക്ക് സുപരിചിതനായ ഒരു വ്യക്തിയാണ്. 1859 അദ്ദേഹം തന്റെ പ്രശസ്ത ഗ്രന്ഥമായ ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എഴുതി പുറത്തിറക്കി. കണ്ണ് പോലെയുള്ള ഒരു സങ്കീർണ അവയവം പരിണാമത്തിലൂടെ രൂപം കൊണ്ടുവരിക എന്നത് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു അബദ്ധമാണെന്ന് ഡാർവിൻ ആ പുസ്തകത്തിൽ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. വ്യത്യസ്ത ദൂരങ്ങളോട് ഫോക്കസ് ചെയ്യുക, വ്യത്യസ്ത അളവുകളിൽ പ്രകാശത്തെ ഉള്ളിലേക്ക് കടത്തിവിടുക, ഗോള വർണ്ണ അപഭ്രംശങ്ങളെ തിരുത്തുക തുടങ്ങിയ അതിന്റെ അനുകരിക്കാനാവാത്ത കണ്ടുപിടുത്തങ്ങളോടെ കണ്ണ് നാച്ചുറൽ സെലക്ഷനിലൂടെ രൂപം കൊള്ളുക എന്നത്, ഞാൻ തുറന്നു പറയുന്നു, ഏറ്റവും ഉയർന്ന തലത്തിലുള്ള അബദ്ധമാണ്. അപ്പോൾ ഈ പരിണാമ പ്രക്രിയയിലൂടെ കണ്ണ് ഡെവലപ്പ് ചെയ്തു വരിക എന്നത് ഉയർന്ന ഒരു അബദ്ധമാണെന്ന് ഡാർവിൻ ഈ ഒറിജിൻ ഓഫ് സ്പീഷീസിൽ പറയുന്നു. പക്ഷേ ഇത്രയും ആമുഖമായി പറഞ്ഞിട്ട് ഈ പരിണാമ പ്രക്രിയയിലൂടെ, അതായത് നാച്ചുറൽ സെലക്ഷനിലൂടെ തന്നെ ഈ കണ്ണിന്റെ ഡെവലപ്മെന്റിനെ, രൂപീകരണത്തെ വിശദീകരിക്കാനാണ് ഡാർവിൻ തുടർന്ന് ശ്രമിക്കുന്നത്.
ഈ ഡാർവിന്റെ കാലത്ത് ബയോകെമിസ്ട്രി അധികം വികാസം പ്രാപിച്ചിട്ടുള്ള ഒരു ശാസ്ത്രശാഖ ആയിരുന്നില്ല. നമ്മുടെ കണ്ണിന്റെ ഈ കാഴ്ചയുമായി ബന്ധപ്പെട്ട് ബയോകെമിസ്ട്രിയിലെ നിരവധി തത്വങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഡാർവിന്റെ കാലത്ത് ഇതിനെക്കുറിച്ച് ആളുകൾക്ക് അറിവില്ലായിരുന്നു. പിന്നീടാണ് ശാസ്ത്രജ്ഞന്മാർ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയത്. മൈക്കിൾ ബീഹി, ഇദ്ദേഹം അമേരിക്കയിലെ ലീഹൈ യൂണിവേഴ്സിറ്റിയിൽ ബയോകെമിസ്ട്രിയുടെ പ്രൊഫസർ ആണ്. 1996 ഇദ്ദേഹം വളരെ പ്രശസ്തമായ ഒരു പുസ്തകം എഴുതി പുറത്തിറക്കി. ഡാർവിൻസ് ബ്ലാക്ക് ബോക്സ്, ദ ബയോകെമിക്കൽ ചലഞ്ച് ടു എവല്യൂഷൻ. ഈ പുസ്തകത്തില് ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി എന്ന ഒരാശയം മൈക്കിൾ ബീഹി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് ആധുനിക പരിണാമവാദത്തിന് എതിരായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വാദമുഖമാണ്. അപ്പോൾ ഈ ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി എന്ന ഈ തത്വം കാഴ്ചയുമായി ബന്ധപ്പെട്ട ബയോകെമിസ്ട്രിക്ക് എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആയിരിക്കുന്നത്, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയുടെ തുടർന്നുള്ള ഭാഗത്ത് ഞാൻ വിശദീകരിക്കുവാൻ പോകുന്നത്. കണ്ണ് പോലെയുള്ള ഒരു സങ്കീർണ അവയവം അത് പരിണാമത്തിലൂടെ രൂപം കൊണ്ടുവരിക അസാധ്യമാണെന്ന് മൈക്കിൾ ബീഹി ചൂണ്ടിക്കാട്ടുന്നു. നമ്മുടെ കണ്ണിന്റെ ഈ കറുത്ത ഭാഗത്തിന് നടുവിലായി പ്യൂപ്പിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രകാശം കടത്തിവിടുന്ന സുതാര്യമായ ട്രാൻസ്പെറന്റ് ആയ ഒരു ഭാഗം ഉണ്ട്. ഈ പ്യൂപ്പിളിന് പുറകിലായി ഒരു ലെൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്യൂപ്പിളിലൂടെ പ്രകാശം കണ്ണിന്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ഈ ലെൻസ് നമ്മൾ ആ നോക്കുന്ന വസ്തുവിന്റെ ഒരു പ്രതിബിംബം, ഇമേജ് ഈ ലെൻസിന് പുറകിലുള്ള റെറ്റിന എന്ന ആ സ്ക്രീനിൽ ഉണ്ടാക്കുന്നു. റെറ്റിനയിൽ ആണ് പ്രകാശത്തോട് റെസ്പോണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്ന തന്മാത്രകൾ ഉള്ളത്. ഈ റെറ്റിനയുമായി ബന്ധപ്പെട്ട് നേത്രനാഡി അഥവാ ഒപ്റ്റിക് നെർവ് ഉണ്ട്. അത് ഈ റെറ്റിനയെയും തലച്ചോറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ഈ റെറ്റിനയില് നമ്മൾ നോക്കുന്ന വസ്തുവിന്റെ പ്രതിബിംബം പതിയും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സിഗ്നൽ റെറ്റിനയില് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ സിഗ്നല് നേത്രനാഡി അഥവാ ഒപ്റ്റിക് നെർവ് വഴി തലച്ചോറിൽ എത്തുന്നു. തലച്ചോറ് ഈ സിഗ്നലിന് നൽകുന്ന വ്യാഖ്യാനമാണ് നമുക്കുണ്ടാകുന്ന ഈ കാഴ്ച എന്ന എക്സ്പീരിയൻസ്. ഈ ഫിസിക്സിലെ ഇപ്പോഴത്തെ അണ്ടർസ്റ്റാൻഡിംഗ് അനുസരിച്ച് ഈ പ്രകാശം എന്ന് പറയുന്നത് ഒരേ സമയം തരംഗവും അതുപോലെ കണികകളുടെ, അതായത് പാർട്ടിക്കിൾസിന്റെ ഒരു പ്രവാഹവുമാണ്. ഈ പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ കണികകളെ നമ്മൾ ഫോട്ടോൺ എന്നാണ് വിളിക്കുന്നത്. റെറ്റിനയിൽ ആണ് പ്രകാശത്തോട് റെസ്പോണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്ന തന്മാത്രകൾ ഉള്ളത്. ഈ പ്യൂപ്പിളിലൂടെ നമ്മുടെ കണ്ണിലേക്ക് ഈ പ്രകാശം കടന്ന് അത് റെറ്റിനയിൽ പതിക്കുന്നു. അപ്പോൾ ഈ പ്രകാശം, അതായത് ഫോട്ടോൺ, ഈ റെറ്റിനയിലുള്ള 11 റെറ്റിനൽ എന്ന ബയോമോളിക്യൂൾ അഥവാ ജൈവ തന്മാത്രയുമായി പ്രതിപ്രവർത്തിക്കുന്നു. ഈ 11 റെറ്റിനൽ എന്നത് വളഞ്ഞിരിക്കുന്ന ഒരു മോളിക്യൂൾ അഥവാ തന്മാത്രയാണ്. ഈ ഫോട്ടോൺ 11 റെറ്റിനലുമായി പ്രതിപ്രവർത്തിച്ച് കഴിയുമ്പോൾ ആ തന്മാത്രയുടെ വളവ് മാറി നുവർന്ന് അത് ട്രാൻസ് റെറ്റിനൽ എന്ന തന്മാത്രയായി മാറുന്നു. ഈ റെറ്റിനൽ തന്മാത്രകളുമായി ബന്ധപ്പെടുത്തി റോഡോപ്സിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ തന്മാത്രയുണ്ട്. അപ്പോൾ ഈ റെറ്റിനൽ തന്മാത്രയുടെ ഷേപ്പില് ചേഞ്ച് വന്ന് അത് നുവരുമ്പോൾ അതിനോട് ബന്ധിച്ചിരിക്കുന്ന ഈ റോഡോപ്സിൻ എന്ന ആ പ്രോട്ടീൻ തന്മാത്രയുടെ ഷേപ്പിലും ചേഞ്ച് വരുന്നു. അപ്പോൾ ഈ റോഡോപ്സിന് ട്രാൻസ്ഡ്യൂസിൻ എന്ന് പറയുന്ന മറ്റൊരു പ്രോട്ടീൻ തന്മാത്രയുമായി പ്രതിപ്രവർത്തിക്കുന്നതിനുള്ള സൈറ്റ് തുറന്നു കിട്ടുന്നു. അപ്പോൾ ഈ റോഡോപ്സിനും ട്രാൻസ്ഡ്യൂസിനും തമ്മിൽ പ്രതിപ്രവർത്തിച്ചു കഴിയുമ്പോൾ അവയ്ക്ക് ഫോസ്ഫോഡൈ എസ്റ്ററൈസ് എന്ന് പറയുന്ന മറ്റൊരു തന്മാത്രയുമായി പ്രതിപ്രവർത്തിക്കുന്നതിനുള്ള സൈറ്റ് തുറന്നു കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ബയോകെമിക്കൽ റിയാക്ഷൻസ് അവയുടെ ഒരു ചങ്ങല, കുറെ ദൈർഘ്യമുള്ള ഒരു ചങ്ങല, ഈ ചങ്ങലയിൽ ഇനിയും നിരവധി കണ്ണികളായി വരുന്ന തന്മാത്രകളുണ്ട്. ഇങ്ങനെ
ഒരു ബയോകെമിക്കൽ റിയാക്ഷൻസിന്റെ ഒരു ചങ്ങല പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ കാഴ്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിഗ്നൽ റെറ്റിനയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ. ഈ സിഗ്നല് ഒപ്റ്റിക് നെർവ് വഴി നമ്മുടെ തലച്ചോറിലെത്തുന്നു. തലച്ചോറ് ആ സിഗ്നലിന് നൽകുന്ന വ്യാഖ്യാനമാണ് നമുക്ക് ഉണ്ടാകുന്ന കാഴ്ച എന്ന എക്സ്പീരിയൻസ്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഒരു സിഗ്നൽ ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ ബയോകെമിക്കൽ റിയാക്ഷൻസിന്റെ ആ ചെങ്ങല അത് പൂർണ്ണമായിട്ടും നടന്നു കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ചെങ്ങലയിൽ കണ്ണികളായി വരുന്ന നിരവധി തന്മാത്രകളുണ്ട്. അപ്പോൾ ഈ ബയോകെമിക്കൽ റിയാക്ഷൻസിന്റെ ഈ ചെങ്ങലയിലെ ഏതെങ്കിലും കണ്ണി മിസ് ചെയ്താൽ ഈ കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഒരു സിഗ്നല് നമ്മുടെ തലച്ചോറിലേക്ക് അയക്കുവാനായിട്ട് പറ്റത്തില്ല. പരിണാമം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങളിലെ കാലയളവിനുള്ളിൽ നടക്കുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ അരങ്ങേറുന്ന ഒന്നാണ്. അങ്ങനെയാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പോൾ ഈ കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞ ആ ബയോകെമിക്കൽ റിയാക്ഷൻസിന്റെ ആ സിസ്റ്റം അത് ക്രമേണയുള്ള പരിണാമത്തിലൂടെ ഡെവലപ്പ് ചെയ്ത് വരുവാനായിട്ട് പറ്റത്തില്ല. കാരണം പരിണാമം വർക്ക് ചെയ്യണമെങ്കിൽ ഓരോ ഘട്ടത്തിലെയും ഡെവലപ്മെന്റ് കൊണ്ട് ജീവിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരിക്കണം. പക്ഷെ ഇവിടെ ഈ ബയോകെമിക്കൽ റിയാക്ഷൻസിന്റെ ഈ ചങ്ങല ആ സിസ്റ്റം അത് പൂർണ്ണമായിട്ടും കിട്ടിയാൽ മാത്രമേ ജീവിക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. ഇനി മോഡേൺ എവല്യൂഷൻ തിയറി അല്ലെങ്കിൽ ആധുനിക പരിണാമവാദം എന്താണെന്ന് ഞാനൊന്ന് ചുരുക്കി സൂചിപ്പിക്കാം. അതായത് ഒരു സ്ഥലത്ത് വസിക്കുന്ന ഒരു ജീവിവംശം, ഈ ജീവിവംശത്തിന്റെ കാര്യത്തിൽ ഈ DNA-യിൽ സംഭവിക്കുന്ന ഉപകാരപ്രദമായ മ്യൂട്ടേഷന്റെ ഫലമായി സമൂഹത്തിലെ ഏതാനും അംഗങ്ങൾക്ക് മറ്റ് അംഗങ്ങൾക്കില്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും ശാരീരിക സവിശേഷതകൾ കാണും. ഈ ശാരീരിക സവിശേഷത അതുള്ള അംഗങ്ങളുടെ അതിജീവന ശേഷി വർദ്ധിപ്പിക്കുന്നു എന്ന് കരുതുക. അതല്ലെങ്കിൽ ഈ ശാരീരിക സവിശേഷത കൊണ്ട് അതുള്ള അംഗങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ട് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഈ തലമുറകൾ പിന്നിടും തോറും ഈ ശാരീരിക സവിശേഷത സമൂഹത്തിലെ കൂടുതൽ അംഗങ്ങളിലേക്ക് വ്യാപിക്കുവാൻ ഇടവരും. ഇതിനെയാണ് നമ്മൾ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ശാരീരിക സവിശേഷത കൊണ്ട് അതുള്ള അംഗങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എങ്കിൽ ഏതാനും തലമുറകൾ കഴിയുമ്പോൾ ഈ ശാരീരിക സവിശേഷത ആ ജീവി സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഇതാണ് ആധുനിക പരിണാമവാദം അല്ലെങ്കിൽ മോഡേൺ എവല്യൂഷൻ തിയറി പറയുന്നത്. ഇനി നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ ആ കാഴ്ചയുമായി ബന്ധപ്പെട്ട ആ ബയോകെമിക്കൽ റിയാക്ഷൻസിന്റെ ചെങ്ങല ആ സിസ്റ്റത്തിന്റെ കാര്യം നമുക്ക് വീണ്ടും പരിഗണിക്കാം. അപ്പോൾ ഈ ബയോകെമിക്കൽ റിയാക്ഷൻസിന്റെ സിസ്റ്റം അതിന്റെ ഏതാനും കണ്ണികൾ ബെനിഫിഷ്യൽ മ്യൂട്ടേഷന്റെ ഫലമായി ഒരു ജീവിവംശത്തിലെ ചില അംഗങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുക. ഇതുവഴി ലഭിച്ച അംഗങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. അത് കാരണം ഈ സവിശേഷത തലമുറകൾ പിന്നിടുമ്പോൾ സമൂഹത്തിലെ കൂടുതൽ അംഗങ്ങളിലേക്ക് വ്യാപിക്കുവാൻ നാച്ചുറൽ സെലക്ഷൻ ഇടവരുത്തുകയില്ല. ഏതാനും തലമുറകൾ കഴിയുമ്പോൾ ഈ സവിശേഷത സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യും. അതല്ലെങ്കിൽ ഈ ബയോകെമിക്കൽ റിയാക്ഷൻസിന്റെ ഈ ചങ്ങല ഈ സിസ്റ്റം അത് പൂർണ്ണമായിട്ടും രൂപപ്പെട്ട അവസ്ഥയിൽ ജീവിക്ക് പൊടുന്നനെ ഒറ്റയടിക്ക് ലഭിക്കണം. ഇത് സാധ്യമാകണമെങ്കിൽ ഒരൊറ്റ സ്റ്റെപ്പിൽ തന്നെ DNA കോഡില് വളരെ ബുദ്ധിപൂർവവും വ്യാപകവുമായ ചേഞ്ചുകൾ വരുത്തേണ്ടതായിട്ടുണ്ട്. എന്നാൽ യാദൃശ്ചികമായി അരങ്ങേറുന്ന മ്യൂട്ടേഷനിലൂടെ ഇങ്ങനെ ഒരു ചേഞ്ച് DNA കോഡിൽ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ സംഭവിക്കുക എന്ന് പറയുന്നത് തികച്ചും അസാധ്യമായ കാര്യമാണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഈ കാഴ്ചയുമായി ബന്ധപ്പെട്ട ഈ ബയോകെമിക്കൽ റിയാക്ഷൻസിന്റെ ഈ ചങ്ങല അത് ക്രമേണയുള്ള പരിണാമത്തിലൂടെ ഡെവലപ്പ് ചെയ്തു വരിക സാധ്യമല്ല. അതായത് ഈ കണ്ണ് എന്ന് പറയുന്നത് അത് പരിണാമത്തിലൂടെ ഉണ്ടായി വന്നതാകാൻ ന്യായമില്ല. കണ്ണ് രൂപം കൊണ്ടത് ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടലിന്റെ ഫലമായിട്ട് തന്നെയാണ്.